ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സിജോ പൗർണി. ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകും, നമ്മളിന്ന് വീണ്ടും ഫിഷിങ്ങിന് പോവാണ്. നമ്മുടെ ഫിഷിങ് എക്യുപ്മെൻറ്റ് വയ്ക്കണ പെട്ടിയാണ്. ഞാൻ ചൂണ്ടയൊക്കെ വണ്ടിയിൽ കയറ്റി. ഇത് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ റോഡ് കുത്താനാണ് സർഫിൽ പോകുന്നത്, സർഫ് ഫിഷിങ്ങിന് പോകുന്നത്. പിന്നെ നെറ്റ് നമ്മൾ ഇന്ന് പോകുന്നതോടത്ത് നെറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ നെറ്റ് ഉണ്ടായാലും കാര്യമില്ല, നമുക്ക് അത്ര താഴ്ചയിലാണ് വെള്ളം, നമുക്ക് എത്തില്ല. നമ്മൾ നെറ്റ് എടുക്കണില്ല, നമ്മൾ നിറച്ചോട്ടെ. നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നമ്മൾ സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 2 റോഡ്, ഫിഷിംഗ് ബാഗ്, ഇതിലാണ് നമ്മുടെ കൊളുത്ത് സംഭവങ്ങളൊക്കെ. ഇതിൽ ബെയ്റ്റും പിന്നെ ഫ്രോസൻ്റെ ബാഗും. ഈ ബാഗുണ്ട്, ഈ ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചാള ഫ്രോസൺ ചെയ്തിടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞു പോകില്ല, നടന്നോളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കുറച്ച് ഐസ് ക്യൂബ്സും ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ പറ്റി കാണിച്ചു തരാം. ഇത് കിട്ടുമോയെന്നറിയില്ല. ഞാൻ ബെൽറ്റ് ഇട്ടോട്ടെ. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ഇരിക്കും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പോണ വഴിക്ക് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പോണ വഴി കേട്ടോ, ഫിഷിങ്ങിന് പോണ വഴി. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വാണാമ്പൂളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് അല്ലെങ്കിൽ സീയുടെ സൈഡിലേക്ക് പോണ വഴിയാണ്. ഇപ്പോൾ സ്കൂൾ ടൈമിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. ഫോൺ വീണു. നല്ലൊരു കാറ്റായിരുന്നു, അതാണ് വീണത്. ആ നേരെ കാണുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് നമ്മുടെ കോപ്പർ ഇടയ്ക്കിടയ്ക്കിട്ട് വീഴുന്നുണ്ട്. വീണ്ടും സിഗ്നലായി. കുരുങ്ങാണ്ടും ഒക്കെ പോകാൻ പറ്റാൻ നോക്കാം. ഗോപ്ര വീഴാണ്. നമ്മൾ ഗോപ്ര അവിടെ ഫിക്സ് ചെയ്തിട്ടില്ലേ, ഗോപ്ര ജസ്റ്റ് അങ്ങനെ വെച്ചിട്ടുള്ളൂ സ്റ്റാൻഡുമ്മേ. ഈ വഴി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ വാണാമ്പൂൾ സിറ്റി സെൻറ്ററിൻ്റെ അവിടേക്ക് പോകാം. സിറ്റി സെൻറ്ററിൻ്റെ കുറേ ചെറിയൊരു ഷോപ്പിംഗ് മാളാണ് ഉള്ളത്. എന്നാലും ആ ഷോപ്പിംഗ് ഏരിയ, മെയിൻ ഹൈ സ്ട്രീറ്റ് എന്ന് പറയണ മെയിൻ ഏരിയയിലേക്ക് പോകും. നമ്മുടെ ഈ 2 സൈഡും നിങ്ങൾ ഇപ്പോൾ ഈ
നമ്മുടെ ഇപ്പോൾ പോണ ഈ ഗ്രൗണ്ടിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ ഡോഗ് റേസ് നടക്കുന്ന സ്ഥലവും ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ ഹോഴ്സ് റേസ് നടക്കുന്ന സ്ഥലമാണ്. ഈ ഹോഴ്സ് റേസ് നടക്കുന്നിടത്ത് ഡോഗ് റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇവിടുത്തെ വാണാമ്പൂൾ റേസ് കമ്മ്യൂണിറ്റി ഭയങ്കര അത്യാവശ്യം ഫേമസ് ആണ്. ഇവിടെ അത്യാവശ്യം നല്ല വലിയ കോമ്പറ്റീഷനുകളൊക്കെ നടക്കുന്നതാണ്. ടി വിയിലൊക്കെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വീണ്ടും വീഴുന്നു വിചാരിച്ചു. ഇന്നത്തെ ഈ വീഡിയോസ് ആയിരിക്കും ഇന്നത്തെ ചാനൽ. ഇത് ഭയങ്കരമായൊരു ഇറക്കും കയറ്റമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ ഭയങ്കര കറക്റ്റാണ്. അറ്റത്ത് കാണുന്ന കടലാണേ. നല്ല ഒരു റോളർ കോസ്റ്ററിൽ പോണ ഒരു പ്രതീതിയാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടി രസം. അവിടെ നിന്ന് തൊട്ട് നല്ല ഇറക്കാണ്. അപ്പോൾ അറിയാത്തവർ വരുമ്പോൾ നല്ല സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോകും താഴത്തേക്ക്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയാണ്. നമ്മൾ നേരെ തന്നെ പോട്ടെ. ഇവിടെ ഞാൻ ഈ കോപ്പർ വെച്ച് പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. വരെ എത്തണ വരെയുള്ള വീഡിയോസ് കിട്ടാനാണ് ചാൻസ് ഉള്ളൂ. അതിനുള്ള ചാർജ് നമ്മുടെ കോപ്പറയിലുള്ളൂ. വീണ്ടും വീണു. ഇടയ്ക്കിട്ട് കട്ടായി പോകണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭാഗ്യമല്ലേ. ഞാൻ എവിടെ എത്തുമ്പോൾ എപ്പോഴും വഴി തെറ്റണ ഒരു സ്ഥലമാണ്. രണ്ട് സൈഡും, ഒരു സൈഡിൽ നല്ല വീടുകളും ഒരു സൈഡിൽ നല്ല പാടും തടാകമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം എനിക്ക് ഗോപ്പർ എടുത്ത് തിരിച്ച് കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോണത് ബ്രേക്ക് വാട്ടറിലേക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫിഷിങ്ങിന് പോണ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഭയങ്കര വിലയാട്ടോ ഈ സൈഡിലെ. കാരണം ബീച്ചിനോട് ചേർന്ന് നടക്കുന്ന വീടുകളാണ്. ആ നേരെ കാണുന്ന ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഒരു ബീച്ചിലേക്കാണ്. പക്ഷെ നമുക്ക് അവിടേക്കല്ല പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ഇവിടെ ഈ വാണാമ്പൂളിൻ്റെ പ്രത്യേകതയാണ്, ഇവിടെ എല്ലാ റോഡുകളിലും ഈ കാണുന്ന കൂറ്റൻ മരങ്ങളാണ്. ഈ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കണം, നമ്മുടെ നാട്ടിലെ കുന്തിരിക്കം അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണ ഒരു ടൈപ്പിലുള്ള ഒരു സംഭവമാണ്. ഈ നമ്മളിപ്പോൾ കടന്നു പോകണ ഈ ബ്രിഡ്ജാണ് ഹോപ്കിൻസ് റിവർ ബ്രിഡ്ജാണ്. എഡ്വേർഡ്സ് ബ്രിഡ്ജ് എന്നാണ് പേര്. ഇത് പക്ഷേ ഹോപ്കിൻസ് റിവറാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് ചൂണ്ടയിടാം കേട്ടോ. ഇവിടെ വെളുപ്പിനൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ ചൂണ്ടിയിടാനൊക്കെ ആയിട്ട് വരും. ഇവിടെ നല്ല ബ്രീമും
കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും ഫിഷ് ചെയ്തിട്ടില്ല, ഫിഷിങ് വന്നിട്ടില്ല കേട്ടോ. ഈ സ്ഥലത്തിനെ പറയുന്നത് സ്റ്റിംഗ്രേ ബേ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സ്റ്റിംഗ്രേ ബേ. ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് കാണുന്ന ആ ഒരു ഐലൻഡാണ് പെങ്കിൻ ഐലൻഡ്. ആ കാണുന്ന ഐലൻഡാണ് പെങ്കിൻ ഐലൻഡ്. അവിടെ പെങ്കിനസ് ഉണ്ട്, അടിപൊളിയാണ്. ഇന്ന് കടൽ കുറച്ച് ശാന്തമായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരയായിരിക്കും. അപ്പോൾ കണ്ടിട്ട് നല്ലൊരു ദിവസം തോന്നണം. നമ്മളങ്ങനെ എത്താണ് നമ്മുടെ ബീച്ച് ഏരിയയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചല്ല, ബ്രേക്ക് വാട്ടർ. ഇവിടെയൊക്കെ ആൾക്കാർ ചെറിയൊരു കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നടക്കാൻ വന്ന് ഇതാണ് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം. ഈ കാണുന്ന ഷെഡ്. ഇന്ന് അത്യാവശ്യം ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് ഇവിടെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെതറാണ്. ഇന്ന് 20 ഡിഗ്രി വരെ വരുന്നുണ്ട് വെതർ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്താണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചൂണ്ടയിടുന്നത് പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷിമാനോൻ്റെ റോഡിൽ നമ്മൾ ബൈറ്റിട്ട് നമ്മൾ മണിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റാണെന്ന് ഞാൻ സാധാരണ പോട്ടിട്ട് തോന്നുന്നത്. നല്ല കാറ്റാണ്. അപ്പം മണി വെച്ചാൽ അറിയുമെന്നറിയില്ല, വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബൈറ്റ് കെട്ടണം കേട്ടോ. നമ്മളിവിടെ മീൻ പിടിക്കുന്നത് സാൽമണിക്ക് ഒരു ലീഡറുമേ 2 ബുക്കിൽ ചാള തുറക്കും. കാറ്റാണ്. എനിക്കത് ഈ ചാളയാണെങ്കിൽ നമ്മൾ കണ്ടമാനം വിട്ട് ഇളക്കി കഴിഞ്ഞ സാധനം വിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യണം. കാസ്റ്റ് ചെയ്തിട്ട് ഇനി മീൻ കെട്ടാണെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കണ റീല് പെന്നിൻ്റെ പെൻറാത്ത് കേട്ടോ. 5000 ചുറ്റാം. ഇത് ഷിമാനോയുടെ തന്നെ 3000 കുഞ്ഞ് റീലാണ്. ഞാനിത് UK നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ 2 റോഡും ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോണിക്കിൻ്റെ ഷിമാനോൻ്റെ സോണിക് സർഫ് 10 ഫീറ്റ്. ഇത് ഷിമാനോൻ്റെ തന്നെ ട്രൈറ്റൺ. ഇത് 7 to 6 ഫീറ്റ് 8 ഫീറ്റിൻ്റെ അടുത്ത് ഇവിടെ മണിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിലർക്കും ഡൗട്ടുണ്ടാവും, കടലിൽ മണി വെച്ച് പിടിക്കുമ്പോൾ മീൻ പിടിക്കുമോ, നമ്മൾ എപ്പോഴും മണി അടിച്ചുകൊണ്ടിരിക്കില്ലെന്ന്. ഇല്ല, കടൽ നല്ല ശാന്തമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇന്ന് വലിയ പ്രശ്നമില്ല, ചെറിയ കാറ്റുണ്ട്. എന്നാലും മീൻ പിടിച്ചാൽ മാത്രമാണ് മണി അടിക്കുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ് സംഗതിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇര പോകും. ഞാൻ പറയണത് കേൾക്കണമെന്ന് അറിയില്ല, നല്ല കാറ്റാണ്. നമ്മുടെ കര കൊണ്ടുവരുന്നത് ഇതിൽ റൈസൊക്കെ ഇട്ട് പറഞ്ഞേക്കാണ് ചാള. ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റാണ്, ലൈറ്റ് ഹൗസ് പോലത്തെ. കിട്ടണമെങ്കിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 പ്രാവശ്യം മീൻ കിട്ടിയപ്പോഴും നമ്മൾ ഗോപ്രോയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പിടിക്കാൻ പറ്റിയില്ല. ഞാനിപ്പം ഗോപ്രോ നമ്മുടെ ചെസ്റ്റിൽ കണക്ട് ചെയ്യണ ഒരു ഹോൾഡർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വീഡിയോസ് കുറച്ചും കൂടി നല്ല അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യണതും മീൻ പിടിക്കുന്നതും വലിച്ചു കയറ്റണതും ഒക്കെ കാണാൻ പറ്റും. ഇതാവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരണ കാരണം നമുക്ക്
നമുക്ക് എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം മീൻ വലിച്ച് പൊക്കണത് നമ്മൾ നല്ല താഴ്ത്തുന്നതാണ് കണ്ടോ. അപ്പോൾ നല്ലൊരു ഹെവി മീനാണെങ്കിൽ നമുക്ക് വലിച്ച് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അപ്പൂപ്പൻ പോവാണ്. അപ്പൂപ്പന് ഒരു മീൻ കിട്ടിയെന്ന് അപ്പൂപ്പൻ പറഞ്ഞത്. പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു 6 മണിക്കാകുമ്പോൾ ഈ സമയമാകുമ്പോൾ പുള്ളിക്കാരൻ 6 മണിക്ക് വന്നിട്ട് ഇന്ന് ഒരു മീനാണ് ആ കിട്ടിയതെന്ന് പറഞ്ഞത്. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴ ഒന്ന് മാറിയത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം കിട്ടിയത് മീൻ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത്. മീൻ കിട്ടി കഴിഞ്ഞ് ഇവിടെ പൊക്കിയെടുത്ത ശേഷം. അപ്പോൾ ഇന്ന പ്രാവശ്യം മീൻ പിടിക്കുമ്പോൾ ഞാൻ പരമാവധി കോപ്പർ വെച്ചിട്ട് പിടിക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ പ്രോപ്പർ ഫിഷിംഗ് വീഡിയോസുകൾ ഗോപ്രോ ഹോൾഡ് ചെയ്യണ ഹോൾഡർ വന്നു കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊന്നിനും വറി ചെയ്യണ്ട. ക്യാമറയെ പറ്റി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ഗെയിമാണ്. നമ്മൾ സാധാരണ ചാളയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റോളം അവിടെ കിടന്നോളൂ കേട്ടോ. നമ്മൾ അനക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ സാൽമണൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകും. ആ പ്രദേശത്തുണ്ടെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ വന്ന് പൂച്ചും. പക്ഷെ ഇത് കൂട്ടായിട്ടാണ് വരാം. അപ്പോൾ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല. അത് നിൽക്കില്ല ഒരു സ്ഥലത്ത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കൂട്ടായിട്ട് വരണമെങ്കിൽ ഒരു 10-15 സാൽമണാണെങ്കിൽ ഒരുമിച്ച് നടന്നിങ്ങനെ ഭയങ്കര ഫാസ്റ്റ് കിടക്കും കാണാൻ പറ്റും. കൂടി നോക്കുമ്പോൾ നല്ല ബ്ലൂ കളറിലുള്ള മീൻ ഒരുമിച്ച് പോകുന്നത് സാൽമണാണ്. അതിങ്ങനെ പോയി ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കും. നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Yeah, catch it over there. Oh my god, fucking hate. That's why I stopped coming for the night. The mood.
want? Yeah. Don't worry. He got a stingray. Wow, we have to release it. And the money, അത് മത വെച്ച് തെറിച്ചു പോയെന്നൊരു പിടിപാടും ഇല്ല കേട്ടോ വലിച്ചപ്പോൾ. നമുക്ക് കിട്ടിയ സാധനം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കളറൊക്കെ നോക്കി 21 സെൻറ്റിമീറ്ററിന് മേലേക്കുള്ള നമുക്ക് എടുക്കാം കേട്ടോ. ഇത് 20 സെൻറ്റിമീറ്റർ മേലുണ്ട്. പിന്നെ അടുത്തത് രണ്ട് സാധനങ്ങൾ അടുപ്പിച്ചടിച്ചത് ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് 2 ചൂണ്ടയും അടിച്ചത്. ആകെ ഒരു സെക്കൻഡ്സ് വ്യത്യാസത്തിൽ. നല്ല ബ്യൂട്ടിഫുള്ളാണ് കണ്ടത്. നമ്മുടെ ഇത് ഒരു അയില, വലിയൊരു അയിലയുടെ വലുപ്പമുണ്ട്. പക്ഷെ അപ്പോൾ ഇതൊക്കെ ഒരു 5 കിലോ 10 കിലോ വരെ ആവും കേട്ടോ സൈസ്. നമുക്ക് മെഷർമെൻ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. അതാണ് കൊല്ലാത്തത്. എങ്ങാനും സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് വെള്ളം ഇതിപ്പോൾ ഇത് സൈസ് നമ്മൾ ഇത് 21 സെൻറ്റിമീറ്റർ ഇതാണ് കുറച്ച് അതിൻ്റെ സംശയം. ഈ സംശയം 30 നമുക്ക് രണ്ടും കീപ്പ് ചെയ്യാം. പൊട്ടിച്ച് ഷൂട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ എടുക്കാൻ പാടില്ലെന്നാണ്. എനിക്ക് 3 പ്രാവശ്യം കിട്ടിയിട്ട് ഞാൻ പൊട്ടിച്ച് കളയുക ചെയ്തത്. കാരണം ഇവിടെ പോലീസ് റേഞ്ചേഴ്സ് ഉണ്ട്. റേഞ്ചേഴ്സ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ബൈക്ക് പോകുന്നത് അത് ഇവിടെ കറങ്ങി പോകുന്നതാണ്. Fucking hell.
അവന്മാർ നമ്മുടെ ചൂണ്ടയുടെ മേലെ കൊണ്ടാണ് ആ സംഭവം ഓടിച്ചുകൊണ്ട് പോയത്. എന്തായാലും ഞാനിവിടെ അവസാനിപ്പിച്ച് താഴ്ത്തിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. താഴ്ത്തിക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് താഴത്തു നിന്ന് ചേട്ടൻ പോൾ ജാക്സൺ അടിച്ചു. ഇതൊരു തരം ഷാർക്കാണ്, നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് കിട്ടിയത് രാത്രിയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത്. പക്ഷേ ഇവരൊന്നും കഴിക്കില്ല, ഇവർ കളഞ്ഞു. നമുക്കിത് ഒരെണ്ണത്തിന് നമുക്ക് എടുക്കാം, ഒന്നിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിന് നമുക്ക് എടുക്കാം. നമ്മൾ താഴത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടാണ്. നമുക്ക് 3-4 മീൻ കിട്ടിയപ്പോഴേക്കും എനിക്ക് ഗോപ്രോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം നമ്മളിവിടെ ചൂണ്ട വെക്കണ ഏരിയ കണ്ടില്ലേ, ഒന്ന് നോക്കി നിന്നില്ലെങ്കിൽ ചൂണ്ട വെള്ളത്തിൽ പോകും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ഇപ്പോൾ ഒരു 3-4-5 മീൻ നമുക്ക് ഓൾറെഡി കിട്ടി. സാൽമൺ മുകളിൽ കിട്ടിയത് കൂടാണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എനിക്ക് വലിയൊരു ചൂണ്ട ഒരു മീൻ കിട്ടിയിരുന്നു. അത് അവൻ്റെ വള്ളിയുമ്പോൾ പോയി കൊളുത്തി അവൻ ആ കെട്ട കഴിച്ചു വന്നപ്പോൾ ഞാൻ ഒരു മീൻ അവന് കൊടുത്തു. പിന്നെ ഒരെണ്ണം കിട്ടിയത് ഒരു ലീഗൽ സൈസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതിനെ വിടുകയും ചെയ്തു. ഇനി നമുക്ക് കിട്ടണമെങ്കിൽ പിടിക്കാൻ നോക്കാം. ചൂണ്ട ഇങ്ങനെ ഇരിക്കണം, കാരണം കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ചൂണ്ട പോവും. ഒരു പ്രാവശ്യം തെറിച്ച് പോയിട്ട് ഞാൻ കാലിക്ക് ചവിട്ടി പിടിക്കണം ചെയ്തത്. അവൻ്റെ നിന്ന് ഹുക്ക് പിടിക്കണ നേരം കൊണ്ട് ചാരി വെച്ചാണ്, സൈഡിലേക്ക് വെച്ചാണ് ഹുക്ക് ചൂണ്ട തെറിച്ചു.
അങ്ങനെ നമുക്കൊരു ഫ്ലാറ്റ് കെട്ട് കിട്ടിയേക്കാണ്. ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്, ഭയങ്കരമായിട്ട് വലിപ്പം വയ്ക്കണ മീനാണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടിയത് വളരെ ചെറിയൊരു മീനാണ്. ഇത് നമ്മൾ ചൂണ്ട വലിക്കണ സമയത്ത് മേലിലൊന്ന് അടിച്ചതാണ്. അപ്പോൾ നമ്മളതിനെ റിലീസ് ചെയ്തു. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മീൻപിടുത്തം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ വഴിക്ക് നമ്മൾ നിർത്തിയപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയല്ല, ഇങ്ങനെയൊക്കെ ക്യാമറ താഴ്ത്തിയിട്ട് ഇങ്ങനെ പൊക്കണം. ആ കാണുന്നത് പെങ്കിൻ ഐലൻഡാണ്. നമ്മൾ മീൻ പിടിച്ചത് അവിടെയാട്ടോ. ആ കാണുന്ന പേരിലാണ് നമ്മൾ എന്നിട്ട് ബ്രേക്ക് വാട്ടറിൽ നിന്ന് പിടിച്ച്. ഇതല്ല, അതിൻ്റെ അപ്പുറത്തെ മുകളിൽ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. ഇവിടെ നമുക്ക് ആക്സസ് ഇല്ല, ഈ ഐലൻഡിലേക്ക് ആക്സസ് ഇല്ല. ഇത് പെങ്കിൻ ഐലൻഡാണ്. ഇതിനകത്തുമ്പത്ത് പെങ്കിനുള്ളിൽ ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല. സൂം ചെയ്ത് കാണിച്ചാലാണ് കിട്ടുള്ളൂ. ഞാൻ ഫോണിൽ പിടിച്ചിട്ട് ആ വീഡിയോ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് ഇവിടെ ഒരു മനോഹരമായൊരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ആ വുഡൻ ബ്രിഡ്ജും കൂടെ നടന്ന് നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ കാർ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഏരിയ. ഇവിടെ ഞാൻ വന്ന ആ ഒരു മീൻ പിടിയെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ തുടക്കം തന്നെ മീൻ തീറ്റ ഇടണ്ടെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇവിടെ മീൻ ഉണ്ടാവുമായിരിക്കും, അറിയില്ല എങ്ങനെയാണ്. പെങ്കിനുള്ളത് കൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ ഇവിടെ. പക്ഷെ എവിടെയും ബോർഡൊന്നുമില്ല, ഫിഷിംഗ് നോട്ട് അലൗഡ് എന്നുള്ള ബോർഡോ അങ്ങനെയൊന്നുമില്ല. മീൻ പിടിക്കാൻ പറ്റും. അങ്ങനെ ഫിഷിംഗ് അലൗഡ് അല്ലാത്ത സ്ഥലത്ത് മിക്കവാറും അങ്ങനെ ബോർഡ് വെക്കേണ്ടതാണ്. അങ്ങനെയൊന്നും വെച്ച് കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് അറിയില്ല. നല്ല കാറ്റാണ്, നല്ല ബ്ലൂ വാട്ടറാണ്, അടിപൊളി. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തിയേക്കാണ്. പാട്ട് ഓഫ് ചെയ്യാം. ഉണ്ടോ, അവിടെ ബീച്ചാണ് കാണുന്നത്. നല്ല അടിപൊളി ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ വാണാമ്പോൾ സ്ഥലത്തിൻ്റെ ഭാഗമാട്ടോ. ആ സൈഡ് ബീച്ചാണ്. നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു മലയാളി താമസിക്കുന്നുണ്ട് ഈ ഏരിയയിൽ, ഈ കട്ടയിൽ. ഇവിടെ വീടുകളൊക്കെ നല്ല വലിയ വ്യൂ ആണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റില്ല. അതാണ് സോറി, ഫോൺ പിടിച്ചുകൊണ്ട് കാർ ഓടിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. അതാണ് സ്ഥലം. നമ്മളിനി ഇതിൽ ഇറങ്ങി പോവും. ഒരു അടിപൊളി ഏരിയ ആണ്. നല്ല ഇതൊരു വാണാമ്പോൾ ഒരു കുന്നും മലയും കടലും ഒക്കെയുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ. ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കണമെന്നുള്ളൂ.